ഒരു നാട് നാടാവണമെന്നുണ്ടെങ്കിൽ ഇൽമിന്റെ പ്രകാശം അവിടെ ഉണ്ടാവണം എന്നാണ് പറയാ. നമ്മുടെ ഭാരതീയ ശ്ലോകങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ചാണക്യന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു നാട് നാടാവണമെങ്കിൽ അവിടെ 5 കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എണ്ണുന്നതിൽ 5-ാമത്തേത് ആ നാടിന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാര് വേണം എന്നുള്ളതാണ്. ധനിക ശ്രോത്രയോ രാജ നദീ വൈദ്യസ്തു പഞ്ചമ പഞ്ചയത്രാന വിദ്യന്തേ ന തത്രാ ദിവസം വസേൽ. 5 കാര്യങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് ജീവിക്കാൻ കൊള്ളാത്ത നാടാണ് എന്ന് പറഞ്ഞ് അതിൽ എണ്ണിയ ഒന്നാണ് നാടിനെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരുണ്ടാവണം. മാമ്പുഴ എന്ന് പറയുന്ന ഈ പ്രദേശം പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് ചരിത്രത്തിലും വർത്തമാനത്തിലും അനുഗ്രഹീതമാണ്. അലി ഹസൻ മുസ്ലിയാരെ കുറിച്ച് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല, ലോകം മുഴുവനും അറിയുന്ന മഹാനാണ്. റജുലാനി തഹബ്ബാ ഫില്ലാ, ഞാൻ ഓർക്കുകയാണ്, ദാറുൽ ഹുദായില് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ സ്വഹീഹായ ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നാളെ അർശിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല പ്രത്യേകമായി തൗഫീഖ് നൽകുന്ന 7 വിഭാഗക്കാരെ എണ്ണുമ്പോ വറജുലാനി തഹബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച 2 കൂട്ടുകാരുടെ കഥ പറയുമ്പോ പഴയ കാലത്ത് നമ്മുടെ ഉസ്താദുമാര് ആ കൂട്ടുകാരുടെ ഉപമയായി ഉദാഹരണമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒന്ന് മാമ്പുഴയിൽ കിടക്കുന്ന അലി ഹസൻ മുസ്ലിയാരും മറ്റൊന്ന് കോഴിക്കോട് നഗരത്തിലെ പുതിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ശൈഖുനാ സുലൈമാൻ മുസ്ലിയാരുമാണ്. സുലൈമാൻ മുസ്ലിയാരുടെയും അലി ഹസൻ മുസ്ലിയാരുടെയും സൗഹൃദത്തിന്റെ കഥയാണ് റജുലാനി തഹബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് പണ്ഡിതന്മാര് പറഞ്ഞു തരാറുള്ളത്. അത് പഴയ കാലത്തിന്റെ പ്രതാപം മാത്രമല്ല, പുതിയ കാലത്ത് നമ്മുടെ ഈ വേദിയെ അലങ്കരിച്ച, നമ്മുടെ ഈ നാടിനെ എത്രയോ പതിറ്റാണ്ടുകളായി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദ് അലി ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് വന്നു കയറിയപ്പോ ആദ്യം തന്നെ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന്റെ കൈപിടിച്ചു മുത്തി. കാരണം ഒരു സെക്കൻഡും വൈകിപ്പോയാൽ അദ്ദേഹം ഇങ്ങോട്ട് മുത്തുന്ന എനിക്ക് 100% ഉറപ്പാണ്. എത്രയോ തവണ അദ്ദേഹം ഈ നിസ്സാരമായ കൈപിടിച്ചു മുത്തിയത് എന്റെ അനുഭവങ്ങളിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്, സ്വഭാവമാണ്, രീതിയാണ്. ഭൂമി പോലും അറിയാതെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന മഹത്തുക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്ത സുപ്രഭാതം പത്രത്തിൽ ഈ അടുത്ത് വായിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഉസ്താദിന്റെ കാര്യം, ഉസ്താദിന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ്. ഞാൻ ചിന്തിച്ചത് ഇപ്പോഴേ ഉസ്താദ് സമസ്തയിൽ വന്നുള്ളൂ എന്നുള്ളതാണ്. എത്രയോ കാലമായി ആ ഒരു വലിയ പദവിക്ക് അർഹനായിട്ടുള്ള മഹാനാണ് നമ്മുടെ മാമ്പുഴയെ വർഷങ്ങളായി നയിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവിടുത്തെ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ വെളിച്ചം ഈ നാടിനുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കല്യാണ ബ്രോക്കർമാരായ ആളുകള് ഈ മാമ്പുഴയിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ കുറിച്ചൊക്കെ പറയുന്ന ചില വർത്തമാനങ്ങള് ഇടക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് അവര് പറയും, അത് അലി ഹസൻ മുസ്ലിയാരെ നാട്ടിൽ നിന്നുള്ള കുട്ടിയാണ്, ആ കുട്ടി ദീനിയായി വളരുന്ന ഒരു കുട്ടിയായിരിക്കും എന്നുള്ള കാര്യത്തില് വലിയ ചർച്ചന്റെ ആവശ്യമില്ല. അതിനർത്ഥം ഇവിടെയുള്ള എല്ലാ ആളുകളും സാലിഹാത്താന്നല്ല. പക്ഷെ ഈ നാടിന്റെ പൊതുവായിട്ടുള്ള ഒരു ധാരയെ ആ രൂപത്തിൽ നയിക്കുവാൻ നമ്മുടെ ഉസ്താദുമാർക്ക് സാധിച്ചു. മാമ്പുഴയിൽ നിന്ന് കെട്ടിച്ചയക്കപ്പെടുന്ന പെൺകുട്ടികളെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള നാടുകളിൽ ഇതുപോലെ ബഹുമാനത്തോടെ, ആദരവോടെ, മതിപ്പോടുകൂടെ കാണുന്ന ഒരു നല്ല ചുറ്റുപാടുണ്ടാക്കിയെടുത്തത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരാണ്. റഹ്മാൻ ഉസ്താദിന്റെ സാന്നിധ്യം.
അങ്ങനെയുള്ള ഉസ്താദുമാരുടെ സാന്നിധ്യം അതൊക്കെ വലിയ മുതൽക്കൂട്ടാണ്. അള്ളാഹു അത് നമുക്ക് ഒരുപാട് കാലം ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഓതിത്തന്ന് അന്ന് പഠിപ്പിച്ച കാര്യമാണ്, പഠിക്കാൻ കഴിവുള്ള ആളുകൾ ഇൽമിന്റെ വാഹകരായിട്ട് നിലകൊള്ളട്ടെ. അത് ഉമ്മത്തിന് ആവശ്യമാണ്. മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹേതുകം ഇൽമ തന്നെയാണ്. പോരാട്ടത്തിന്റെ ഭൂമികയിൽ നിൽക്കുമ്പോഴും ഇൽമിന്റെ പ്രാധാന്യം മറക്കാതിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞുവെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അത് കേട്ടു എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മഹത്വം.